ഒരു രാജ്യത്തിന്റെ ശക്തി ആ രാജ്യത്തിന്റെ സേനയുടെ ബലം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി കണക്കാക്കപ്പെടുന്ന അമേരിക്കയ്ക്ക് തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച സേനാബലമുള്ളത്. അവർ പറയുന്നത് മറ്റു രാജ്യങ്ങൾ അനുസരിക്കണമെന്ന ശാഠ്യം അവർ പുലർത്തുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സാമ്പത്തിക മേൽക്കോയ്മയ്ക്കപ്പുറം പ്രതിരോധ സേനയുടെ അജയ്യതയാണ്. പഴയ കാലത്ത് കരയുദ്ധത്തിനായിരുന്നു പ്രാധാന്യം. സേനയിൽ എത്രയധികം അംഗങ്ങൾ ഉണ്ട് എന്നതാണ് ആ രാജ്യത്തിന്റെ സൈനിക ബലമായി കണക്കാക്കിയിരുന്നത്. ഇന്നത് മാറി. സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ വളർന്നപ്പോൾ ഒരു സൈനികൻ തന്നെ ഒരു സൈനിക വ്യൂഹത്തിന് സമാനമായി മാറിയിരിക്കുന്നു. തോക്കുകൾ ഉൾപ്പെടെ കരയിൽ നിന്ന് ആക്രമിക്കാൻ കഴിയുന്ന മറ്റനേകം തരത്തിലുള്ള ആയുധങ്ങൾ ഒരു സൈനികന് മാത്രം വഹിക്കാൻ കഴിയും. സൈനികരുടെ എണ്ണമല്ല, ആയുധങ്ങളുടെ ടെക്നോളജിയുടെ മുന്നേറ്റമാണ് ഇന്ന് പ്രതിരോധ സേനയിൽ പ്രധാനമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ തന്നെ വ്യോമയുദ്ധം രണ്ടാം ഘട്ടത്തിലേ തുടങ്ങുമായിരുന്നുള്ളൂ. ഇന്നാകട്ടെ തുടങ്ങുന്നത് തന്നെ ആകാശത്ത് നിന്ന് മിസൈലുകളും ബോംബുകളും വർഷിച്ചുകൊണ്ടാണ്. അതിനാൽ തന്നെ കരസേനയ്ക്കും നാവികസേനയ്ക്കും മുകളിലാണ് ഇന്ന് വ്യോമസേനയുടെ സ്ഥാനം. ഈ പശ്ചാത്തലത്തിൽ വേണം ഫ്രാൻസിൽ നിന്ന് 114 റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള 3.6 ലക്ഷം കോടിയുടെ ഇന്ത്യയുടെ പ്രതിരോധ ഇടപാടിനെ വിലയിരുത്തേണ്ടത്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാണ് ഈ ചരിത്ര കരാർ. നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ച ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആദ്യം ആക്രമിച്ചിട്ടില്ല. അതിനാൽ ഇന്ത്യയുടെ സൈനിക ബലം കൂടുന്നത് വിരലിൽ എണ്ണാവുന്ന ചില രാജ്യങ്ങളെ ഒഴിച്ച് ലോകത്തിലെ മറ്റൊരു രാജ്യത്തിൻ്റെയും ഉത്കണ്ഠ വർദ്ധിപ്പിക്കില്ല. മാത്രമല്ല, ലോക സമാധാനത്തിന് ഇന്ത്യയുടെ സൈനിക ബലം പല വിധത്തിലും ഉതകുകയും ചെയ്യും. വ്യോമസേനയ്ക്കായി 114 റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. നാവികസേനയ്ക്ക് വേണ്ടി P-8I നിരീക്ഷണ വിമാനങ്ങൾ 6 എണ്ണം വാങ്ങും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടന്ന DIC-യാണ് പ്രതിരോധ ഇടപാടിന് അംഗീകാരം നൽകിയത്. പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതി അംഗീകാരം നൽകുന്നതോടെ കരാർ അന്തിമമാകും. നിലവിൽ ഇന്ത്യക്ക് 36 റഫേൽ വിമാനങ്ങളുണ്ട്. പല ഘട്ടങ്ങളിലായി 114 എണ്ണം കൂടി വാങ്ങുമ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള റഫേൽ വിമാനങ്ങളുടെ എണ്ണം 176 മാറും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഈ മാസം 17-ന് ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഈ സുപ്രധാന പ്രതിരോധ കരാറിന് അനുമതിയായിരിക്കുന്നത്. വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പരിപാടിയുടെ ഭാഗമായാണ് കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. ഇതോടെ ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യം ഇന്ത്യയായി മാറും. റഫാൽ യുദ്ധവിമാനങ്ങളിൽ 18 എണ്ണമാവും ഫ്രാൻസ് നിർമ്മിച്ച് ഇന്ത്യക്ക് കൈമാറുക. ബാക്കി 96 വിമാനങ്ങൾ ഫ്രാൻസിന്റെ സഹായത്തോടെ തദ്ദേശീയമായിട്ടായിരിക്കും നിർമ്മിക്കുക എന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത. സിംഗിൾ സീറ്റ് വിമാനങ്ങൾ 88-ഉം ട്വിൻ സീറ്റ് വിമാനങ്ങൾ 26-ഉം ഉണ്ടാകും. നിർമ്മാണത്തിന് ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളുമായി ദേസോ ഏവിയേഷൻ സഹകരിക്കും. റഫാൽ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ ഡീലിൽ എത്തുന്നത്. ആകാശം അടക്കി പാടാനാണ് റഫാൽ എത്തുന്നത് എങ്കിൽ കരയിലും രാജ്യം ശത്രുക്കളിൽ നിന്ന് സുരക്ഷാ കവചം ഒരുക്കും. അതിനായി കരസേനയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് മിസൈലുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. 1000 കോടി രൂപ ചെലവിൽ 288 S-400 മിസൈലുകൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ കഴിഞ്ഞ ദിവസം അനുമതി നൽകി. വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം. സിന്ദൂർ ഓപ്പറേഷനിലും പിന്നീട് 4 ദിവസത്തോളം പാകിസ്ഥാനുമായി നീണ്ടുനിന്ന സംഘർഷത്തിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായകമായത് S-400 സാന്നിധ്യമായിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ 6ഓളം പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു ചാരവിമാനവും സേന തകർത്തത് S-400 ഉപയോഗിച്ചായിരുന്നു. പാകിസ്ഥാനുള്ളിൽ 300 കിലോമീറ്റർ അകലെയാണ് പാക് വിമാനങ്ങളെ ഇന്ത്യ പ്രതിരോധിച്ചത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തന്ത്രത്തിലെ ഗെയിം ചേഞ്ചർ എന്നാണ് S-400-നെ വ്യോമസേന അന്ന് വിശേഷിപ്പിച്ചത്. ഇതോടെയാണ് വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. നിലവിൽ കരാർ ഒപ്പിട്ട 2 S-400 മിസൈലുകൾ കൂടി ഈ വർഷം ജൂണിലും നവംബറിലുമായി ഇന്ത്യക്ക് ലഭിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ അവാക്സ് വിമാനത്തെ 300 കിലോമീറ്റർ ദൂരെ നിന്ന് S-400 സംവിധാനം വെടിവെച്ചിട്ടിരുന്നു. ഇന്ത്യ വാങ്ങിയ S-400 സംവിധാനങ്ങൾക്ക് സുദർശൻ ചക്ര എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. കരയിലും കടലിലും ആകാശത്തും ഇന്ത്യ സുരക്ഷാ കവചം ഒരുക്കുകയാണ്. 2035-നുള്ളിൽ ഇന്ത്യ പ്രതിരോധ നിരയിൽ മുൻപന്തിയിൽ കുതിക്കുമെന്നതിനുള്ള ഉറപ്പാണ് ഇന്ത്യയുടെ ഈ പ്രതിരോധ ഡീലുകൾ.